సినిమాలో మిమ్మల్ని ఎక్కడన్నా 1% డిస్సాటిస్ఫాక్షన్ చేసినా నా ఇంటి అడ్రస్ పెడతా రండి. రెబల్స్ గానీ, ఫ్యాన్స్ గానీ, ఫ్యామిలీస్ గానీ, ఈయన్ని ప్రేమించే ఎవరైనా సరే మమ్మల్ని డిసప్పాయింట్ చేసే మారుతి అని అంటే విల్లాన్ నెంబర్ 17 గుర్తుపెట్టుకోండి, కొండాపూర్లో ఉంటది, కొల్లా లగ్జూరియా. അക്കടക്ക് രണ്ടി ഇപ്പോൾ ഇന്നെ చూపిస్తున్నారు. ഡയറക്ടർ ഇത് എന്ത് കണ്ടാണ് ഇത്രയും കോൺഫിഡൻസോടെ സ്വന്തം അഡ്രസ്സൊക്കെ വിളിച്ച് പറയുന്നത് മനസ്സിലാവണില്ല. അതും ഞാനും ഡയറക്ടറും വേറെ വേറെ സിനിമകളിലാണ് കണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എനിക്ക് പേഴ്സണലി രാജാസാബ് ഒരു ഭയങ്കര ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആദ്യം പറയാം. ഈ ഒരു സിനിമയുടെ ഫാന്റസി ഹൊറർ എലമെന്റ്സ് ആ ഒരു പോർഷൻസ് ഒക്കെ അത്യാവശ്യം നന്നായിരുന്നു, എൻഗേജിംഗ് ആയിരുന്നു. ഇതിനകത്ത് കുറച്ച് സൈക്കോളജിക്കൽ മൈൻഡ് ഗെയിംസ് പരിപാടിയും ഹാലുസിനേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നന്നായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കണ്ടിരിക്കാൻ തന്നെ. പിന്നെ ബോമൻ ഇറാനയുടെ പോർഷൻസ്, ഇന്റർവൽ പഞ്ച്, പിന്നെ അവസാനത്തെ ഒരു 20-25 മിനിറ്റ് ഒക്കെ ഭയങ്കര എൻഗേജിങ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആ ഒരു കുറച്ച് പോർഷൻസ് ഒക്കെ തന്നായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സേവിങ് ഫാക്ടർ എന്ന് തോന്നിയത്. പിന്നെ ഇതിന്റെ സഞ്ജയത്തിന്റെ ക്യാരക്ടർ ഭയങ്കര വെൽ ഡിഫൈൻഡ് ആയിരുന്നു, ഭയങ്കര പവർഫുൾ വില്ലൻ ക്യാരക്ടർ. ഇതിനകത്ത് പ്രഭാസിന്റെ ക്യാരക്ടറിന് പോലും ഇടക്ക് മുക്കുന്നുണ്ടായി ആ ഒരു ക്യാരക്ടറിന്, ആ ഒരു ഈവൽ ക്യാരക്ടറിന് തോപ്പിക്കാനായിട്ട്. അത് ഭയങ്കര ഡിഫറന്റ് ആയിട്ട് തോന്നി. അതല്ലാണ്ട് നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ എല്ലാ പ്രഭാസ് സിനിമകളും നോക്കിയാൽ പോലും പ്രഭാസാണ് വലിയ പവർഫുൾ മാൻ. പ്രഭാസിനെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. പ്രഭാസ് വലിയൊരു സംഭവമായിരിക്കും. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. പ്രഭാസ് കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു. പ്രഭാസ് ആ ഒരു ക്യാരക്ടറിനെ തോപ്പിക്കാൻ ശരിക്കും പാടുപെടുന്നുണ്ട്. അത് ഭയങ്കര തോന്നി. പിന്നെ അതേപോലെ എസ്തമന്റെ മ്യൂസിക് വേറെ ലെവലായിരുന്നു, വേറെ ലെവൽ. എനിക്കിതിനകത്ത് ആ ഒരു ഗ്രാൻഡ്യൂർ, ഒരു മെഗാ സിനിമ കാണുന്നതിന്റെ ഒരു എഫക്റ്റ് കിട്ടിയത് ഇതിന്റെ അത്യാവശ്യം നല്ല VFX പിന്നെ ഇതിന്റെ എസ്തമന്റെ ആ എലിവേഷൻ മ്യൂസിക് ഒക്കെ കേട്ടപ്പോഴാണ് നമുക്ക് ആ ഒരു ഭയങ്കര ഒരു എനർജി തോന്നുന്നത്. ഇതിന്റെ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ലൗഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം അടിപൊളി മ്യൂസിക് തന്നെയായിരുന്നു. പിന്നെ വിഷ്വൽസും കൊള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഐഡിയ കൊള്ളാം, പക്ഷേ എന്റർടൈൻമെന്റും അതേപോലെ ഈ ഫാന്റസി ഹൊററും ഇതും കൂടെ തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഡയറക്ടറായിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതാണ് അങ്ങനത്തെ ഒരു അവിയല് പരത്തിലാണ് ഇതെല്ലാം അവസാനം പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഈ പടം. എനിക്ക് സിനിമയിൽ ഏറ്റവും ചൊറിഞ്ഞു കയറിയ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ നിൽക്കണ 3 നടിമാര്, ഈ നിര നിൽക്കുന്ന 3 നടിമാരാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ അപരാധങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. ഇതിനെ ഒരു ഡീസന്റ് എങ്ങനെയെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയ പടത്തിനെ ഒരു അപരാധ ലെവലാക്കണത് ഈ നടിമാരുടെ ക്യാരക്ടേഴ്സ് ആണ്. നടിമാരാണ്, നമുക്ക് നടിമാരൊന്നും പറയാൻ പറ്റില്ല, അവരെ അഭിനയിക്കുന്നേ ഉള്ളൂ. ഈ എഴുത്തുകാരനെ മാരുതിയാണ് എന്റെ സ്ക്രീൻ പ്ലേ, ഇത്രയും കച്ചറ സ്ക്രീൻ പ്ലേ ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. മൊത്തത്തിൽ പറയുന്നത് ഡയറക്ടർ റൈറ്ററാണ്, ആ മാരുതിയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വില്ലൻ. സോ വീണ്ടും മനസ്സിലോർത്ത് വെച്ചോളൂ. അങ്ങനെ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ആദ്യം തന്നെ. എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ തന്നെ പോയി പറഞ്ഞോളൂ. അതുകൊണ്ടാണ് അഡ്രസ്സ് പറഞ്ഞു തന്നു. കോമഡി എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കച്ചറത്തര ഇതിനകത്ത് എഴുതി വെച്ചിരിക്കണത് എനിക്ക് കുറച്ച് സങ്കടമായി പോയി. മാരുതി സാർ, ഇത് 2026 2009 2010 2012 അല്ല, കാലം ഒരുപാട് മുന്നോട്ട് പോയി 2026 വരെ എത്തി. ഇപ്പോഴും 2012 സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഈ ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് പടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയില് നമ്മൾ പണ്ട് വേലായുധം സിനിമയില് രണ്ട് നടിമാരുണ്ട്, ജനീലയും ഹൻസികയും. അതിനകത്ത് വിജയ്ക്ക് വേണ്ടി ഇവർ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ, അങ്ങനത്തെ കുറച്ച് സീനുകൾ ഉണ്ടല്ലോ. ഇതിനകത്തും ഈ ഒരു സിനിമയിൽ പക്ഷെ വേലായുധത്തിന്റെ എക്സ്ട്രീം ലെവൽ വെറുപ്പിക്കലായിരുന്നു. അമ്മാതിരി ലെവൽ വെറുപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ ഈ 3 നടിമാരും. പ്രഭാസിന്റെ കുറച്ച് കച്ചറ ഒരു ക്രിഞ്ച് സീൻസ് ഒക്കെ കൂട്ടിയിട്ട് ഈ ഒരു പടത്തില് ഇവർക്കൊരു മാളവികമോഹന്റെ ക്യാരക്ടർ ഒരു രീതിയിലുള്ള സെൽഫ് റെസ്പെക്ട് ഇല്ല. പ്രഭാസിന്റെ ക്യാരക്ടർ കള്ളു കുടിച്ചുകൊണ്ട് ലവ് ബൈറ്റ് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ഹാഫില് പ്രഭാസ് വേറൊരു പെണ്ണോട് പോവാ. അപ്പോ മാളവികമോഹന് കുശുമ്പ് കാണിക്കുന്നതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. എന്തൊരു ക്യാരക്ടറാ, എന്തൊരു രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പണ്ട് എഴുതിയതാ, പണ്ട് പോലെ ആൾക്കാർ സഹിക്കാൻ പറ്റണ്ടായില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ കുറച്ചുകൂടെ മോഡേണിസ്റ്റിക് ആയി. എന്നിട്ട് അപ്പൊ ആൾക്കാർ എങ്ങനെ സഹിക്കും ഇമാതിരി ലെവലിലുള്ള എഴുത്തും ഇമാതിരി ലെവലിലുള്ള ക്യാരക്ടേഴ്സ്. മാളവികമോഹനും പോട്ടെ, ചില പ്രഭാസിന്റെ കൂടെ അഭിനയിക്കാന്ന് വെച്ച് വെറുതായിരിക്കും, എന്നാൽ പോലും സങ്കടം തോന്നി ഇങ്ങനത്തെ ഒരു ലോ ലെവൽ ക്യാരക്ടേഴ്സിൽ ഇവരൊക്കെ വന്ന് അഭിനയിക്കുന്നത് കാണുമ്പോൾ. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലുമായ കുറെ അനാവശ്യ ക്രിഞ്ച് സീൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒരു ഡീസന്റ് വാച്ചബിൾ എക്സ്പീരിയൻസ് തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂഷ്വൽ റുട്ടീൻ എന്റർടൈനർ കാണുന്ന ഒരു വൈബ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് എന്റർടൈൻമെന്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക, സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോഴെങ്കിലും ആ ഒരു പ്രൈം ഫോക്കസ് ആ ഒരു ഫാന്റസി ഹൊറർ ജോണറിൽ കൊടുക്കുന്ന. പക്ഷെ എവിടെ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോൾ വീണ്ടും ഈ 3 നടിമാരെ കുത്തി കയറ്റി വെച്ചിരിക്കുക. അവരായിട്ടുള്ള കുറെ അനാവശ്യ പാട്ടുകളും അതേപോലെ കുറെ അനാവശ്യ ക്രിഞ്ച് സീൻസും.
അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഒരു മുക്കാൽ മണിക്കൂറുള്ള കുറച്ച് ഫാന്റസി ഹോറർ പരിപാടികളും. ഇങ്ങനെയാണോ ഇത് പ്രതീക്ഷിച്ചല്ല സെക്കൻഡ് ഹാഫ് ഇരിക്കണത്. സെക്കൻഡ് ഹാഫിൽ ഈ 3 നടിമാരെ മാറ്റിയാൽ ഈ പടം കുറച്ചുകൂടെ ബെറ്റർ ആയത്. പിന്നെ എന്തിനാണ് ഇത്ര പാട്ടുകള്? ഫസ്റ്റ് ഇന്റർവെൽ പഞ്ച് അമ്മാതിരി ലെവലായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ പ്രതീക്ഷിക്കും സെക്കൻഡ് ഹാഫ് കാണാൻ കുറച്ച് ഇൻട്രസ്റ്റ് വരും. പക്ഷേ സെക്കൻഡ് ഹാഫിന്റെ തുടക്കവും ആദ്യത്തെ ഒരു അരമണിക്കൂർ അരോചകമായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ മൂഡ് പതിയെ പോയി കിട്ടും. പിന്നെ ബോമൻ ഇറാനിന്റെ സീൻ വരുമ്പോഴാണ് നമ്മളൊന്ന് പിന്നെയും ബെറ്റർ ആവണത്. സത്യം പറയാല ഈ ഒരു സിനിമയില് ആ ഒരു നടിമാരെയും പാട്ടും ആക്ഷനും കോമഡിയും അങ്ങനത്തെ കുറച്ച് ഊളത്തരൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ നല്ലൊരു എൻഗേജിങ് ഫാന്റസി ഹോറർ എക്സ്പീരിയൻസ് സിനിമ സമ്മാനിച്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സത്യമായിട്ടും ആയനെ അങ്ങനെ. പക്ഷെ അതിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയാക്കിയത് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം വന്നത്. ഞാൻ ഒരു തെലുങ്ക് ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിലൂടെ കണ്ടു. ഞാൻ ഒരുപാട് തെലുങ്ക് പടങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ തന്നെ കണ്ടു. എന്നിട്ടും എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് തോന്നിയത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നോർമൽ ഓഡിയൻസിന് എങ്ങനെയാണ് സിനിമ തോന്നണേന്ന്. ഒന്നാമത് ഈ പടം 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ സഹിച്ചിരിക്കാൻ ഭയങ്കര പാടാ. എനിക്ക് തന്നെ അത്യാവശ്യം കുറച്ച് പാട് കിട്ടും. പക്ഷെ അത്രയും ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ പാട്ടുകളും അനാവശ്യ സീൻസ് ഒക്കെ കയറി വരുമ്പോൾ. അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കുറച്ച് മൊമെന്റ്സിൽ നമുക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ആ ഒരു 3 മണിക്കൂർ ശരിക്കും ഫീൽ ചെയ്യും. എഡിറ്ററിന് ഏതായാലും കുറച്ചും കൂടെ മെനക്കി പണി എടുക്കായിരുന്നു. ഇതിനകത്ത് അനാവശ്യ സീൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ട സീൻസ് കുറച്ച് കട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ തോന്നി. ഇതിനകത്ത് നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾട്ടയാവുന്നൊരു സീനുണ്ട്. കംപ്ലീറ്റ്ലി എല്ലാവരും കൂടെ മേളോട്ട് പോകുന്ന ഒരു സീനുണ്ട്. നടിമാരും മേളോട്ട് പോകുന്ന സീനുണ്ട്. അതേപോലെ നമ്മുടെ പ്രഭാസ് പ്രായമായിട്ടൊരു രാജാവിന്റെ വേഷത്തിൽ വരുന്നൊരു സീനുണ്ട്. ഇതൊന്നും സിനിമയിൽ ഇല്ല. ഇതൊക്കെ കട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ മനസ്സിലാവും. അത്ര വൃത്തികെട്ട രീതിയിലാണ് ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എഡിറ്റർ ഒരു മോശം വർക്ക് തന്നെയാണ് ഇതിനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ എനിക്ക് വേറെ തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാസ് ഇതിനകത്ത് ആദ്യം തന്നെ അഭിനയിച്ചിട്ടില്ല എന്നാ. അത് പാട്ടിലും പ്രഭാസ് അല്ല, ആക്ഷനിലും പ്രഭാസ് അല്ല. എല്ലായിടത്തും മുഖം ഒട്ടിച്ച് വെച്ചിരിക്കുക. ആക്ഷൻ മറ്റേ കൂലി രജനീകാന്ത് ചെയ്ത പോലെ ഉണ്ട്. രജനീകാന്ത് പോട്ടെ, പ്രായമായെന്ന് നമുക്ക് പരിഗണിക്കാം. പക്ഷെ ഇതിനകത്ത് പ്രഭാസിന് എന്ത് പറ്റി? പ്രഭാസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് കേട്ടു. പക്ഷെ അന്ന് അങ്ങനത്തെ റോൾസ് എടുക്കണം. ഇതിനകത്ത് ആക്ഷനിലും പ്രഭാസ് അല്ല, പിന്നെ പാട്ടിലൊന്നും പ്രഭാസ് അല്ല. അതെന്താ അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ പ്രഭാസാണ് ഈ ക്യാരക്ടറായിട്ട് എനിക്ക് ഒട്ടും സൂട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഭയങ്കര അട്ടർ മിസ്കാസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ആ ഒരു ഡ്രസ്സിങ്ങും ആ സ്റ്റൈലിങ്ങും വിഗും പിന്നെ ആ ഒരു ക്യാരക്ടറായിട്ടും ഒട്ടും രസകരമായിരുന്നില്ല. ഒട്ടും കണക്ട് ആവാൻ പറ്റണ്ടായില്ല. ഒരു കുറച്ചുകൂടെ ചെറുപ്പമായ ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ, വേറൊരു ആക്ടർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭേദമായിരുന്നു എന്ന് തോന്നിയിരുന്നു. ഏതായാലും ഇതെല്ലാം എന്റെ ഒരു സ്വന്തം അഭിപ്രായം മാത്രമാണ്. എനിക്ക് ഏതായാലും ഈ പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ്സിൽ ഇടുക. എനിക്ക് ഈ പടം ആവറേജ് ആയിട്ട് തോന്നാനുള്ള കാരണം തന്നെ ഒരു തെലുങ്ക് പടം എന്ന മൈൻഡ് തന്നെ പോയിരുന്ന് കണ്ടു. അതുകൊണ്ട് ഒരു ആവറേജ് സംഭവമായിട്ട് തോന്നി. ഏതായാലും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവീൽസ്.